വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വേപ്പർ പ്രഷറാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാവും. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അതായത് വേപ്പർ പ്രഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതറിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൗണ്ട്സ് ലോ ആണ്. അതായത് റൗണ്ട്സ് ലോ എന്താണ്, അതെങ്ങനെയാണ് ഇതില് പ്രാക്ടിക്കൽ ആവണേ എന്നതിനെ കുറിച്ചാണ്. അതായത് റൗണ്ട്സ് ലോ എന്ന് പറയുന്നത് അതിന് മുമ്പ് വേപ്പർ പ്രഷർ നിങ്ങൾ നോക്കണം. അതായത് വേപ്പർ പ്രഷർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് റൗണ്ട്സ് ലോയില്. ഇപ്പോ ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതില് രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളത്. എ ബി എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ വേപ്പർ പ്രഷറിനെ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ആ കോൺസെൻട്രേഷന് വിവിധ തരം ടേംസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ അതായത് ഇവിടെ പറയുന്നത് വോളറ്റൈൽ സൊല്യൂഷൻ ആണ്. അതായത് നമ്മൾ ഹെൻറിസ് ലോയിൽ പറഞ്ഞത് എന്താണ്, ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണ് പറഞ്ഞത് അല്ലെ. ഇവിടെ പറയുന്നത് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണ്. അതിനെയാണ് വോളറ്റൈൽ സൊല്യൂഷൻ എന്ന് പറയാം. അതിൽ ഈച്ച് കമ്പോണൻസിന്റെ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഇതാണ് റൗണ്ട്സ് ലോ പറയുന്നത്. അതായത് അതിലത്തെ ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എക്സാമ്പിൾ ആയിട്ട് രണ്ട് കമ്പോണന്റ് ആണുള്ളത്, എ ബി രണ്ട് കമ്പോണന്റ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ പാർഷ്യൽ പ്രഷർ ആണ് PA. PA is directly proportional to mole fraction of A. അതായത് മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. PB directly proportional to psi B. psi എന്നാണ് നമ്മൾ മോൾ ഫ്രാക്ഷനെ സൂചിപ്പിക്കുക. അതായത് അതിലെ ഏതിലെങ്കിലും ഈച്ച് കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ എടുക്കുകയാണെങ്കിൽ അത് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമുക്കത് നോക്കാം. In a solution contain volatile component, liquid in liquid solution ആണ് volatile എന്ന് പറയാം. The partial vapor pressure of a component is equal to the product of vapor pressure of the component its mole fraction. അതായത് മോൾ ഫ്രാക്ഷൻ മാറുന്നതിനനുസരിച്ച് എന്തിനു മാറ്റം സംഭവിക്കും, പാർഷ്യൽ പ്രഷറിനും മാറ്റം സംഭവിക്കും. അത് രണ്ടും ഒരു റിലേഷനിലുണ്ട്. അതായത് പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും അതിന്റെ ഒരു റിലേഷൻ തരുന്ന ഒരു ലോയാണ് റൗണ്ട്സ് ലോ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് എന്ത് കോൺസ്റ്റന്റ് ആണ് ഇവിടെ കൊണ്ടുവരുന്ന കോൺസ്റ്റന്റ് ആണ് P0A. അതായത് പ്യുവർ കമ്പോണന്റ് ഓഫ് സോൾവെന്റ്. ഇവിടെ ഇപ്പൊ എന്തായിരിക്കും P0B. അതായത് ഇവിടെ എന്താ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റിനെ കൊടുന്നു. ഈ കോൺസ്റ്റന്റ് ആണ് പ്യുവർ സോൾവെന്റ് ഓഫ് A. ഇവിടെ പ്യുവർ സോൾവെന്റ് ഓഫ് B. ബിയുടെ കേസ് വെച്ചാൽ പ്യുവർ സോൾവെന്റ് ഓഫ് B. ഇവിടെ എങ്ങനെയാ P0A, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈനറി സൊല്യൂഷൻ. ബൈനറി സൊല്യൂഷനിൽ എന്താണ്, രണ്ട് കമ്പോണൻസ് ആണുള്ളത്. എന്തൊക്കെയാ, സോൾവെന്റും സൊല്യൂട്ടും. ഇതിന്റെ രണ്ടിന്റെ അതിന്റെ മോൾ ഫ്രാക്ഷനുകളുടെ സം എന്ന് പറയുന്നത് എത്ര കമ്പോണന്റ് അതിന്റെ മോൾ ഫ്രാക്ഷനുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. അങ്ങനെ ആയിരിക്കും ഇവിടെ രണ്ട് കമ്പോണന്റ് ആണുള്ളത്. അപ്പൊ psi A plus psi B equal to 1. ഇവിടെ എന്തുള്ളേ, ഇവിടെ എന്തുള്ളേ, ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ psi B ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് psi A equal to 1 അല്ലെങ്കിൽ XA equal to 1. അതായത് ഒരു സോൾവെന്റ് മാത്രം ഉള്ളതിനെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. പ്യുവർ സോൾവെന്റ് അതായത് പ്യുവർ P0A, അതായത് ഒരു കമ്പോണന്റ് മാത്രമുള്ളതിനെ നമ്മൾ ഇപ്പൊ A മാത്രമുള്ളൂ, A എന്ന് പറയുന്ന ഒരു ലിക്വിഡ് മാത്രമുള്ളതിനെ അതിനെ പ്യുവർ കമ്പോണന്റ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ B എടുക്കുകയാണെങ്കിലും അവിടെ എന്തുള്ളൂ, ഒരു കമ്പോണന്റ് ഉള്ളൂ. അതുകൊണ്ട് ഇതും എന്താ P0B. അടുത്തതായിട്ട് P ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. അതിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത് A B. ഈ എയും ബിയും, അതായത് എക്ക് അതിൻ്റെതായ പാർഷ്യൽ പ്രഷർ ഉണ്ട്, ബിക്ക് അതിൻ്റെതായ പാർഷ്യൽ പ്രഷർ ഉണ്ട്. അപ്പൊ ടോട്ടൽ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് രണ്ടിന്റെയും എന്താണ്, സം ആണ്.
അതായത് PA + PB ഡാൾട്ടന്റെ പാർഷ്യൽ പ്രഷർ തിയറി പ്രകാരം. ഇനി നമുക്ക് നമ്മുടെ റൗണ്ട്സ് ലോ പ്രകാരം PA എന്ന് പറയുന്നത് എന്താ? P0A XA പ്ലസ് PB എന്താ? P0B XB. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ PA എന്ന് പറയുന്നത് എന്താ? P0A XA പ്ലസ് PB എന്ന് പറയുന്നത് P0B XB. ഏത് പ്രകാരം? നമ്മുടെ റൗണ്ട്സ് ലോ പ്രകാരം. നമ്മൾ നേരത്തെ കണ്ടു ബൈനറി സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ XA പ്ലസ് XB എന്ന് പറയുന്നത് 1 ആണ്. അതായത് രണ്ടിന്റെയും മോൾ ഫ്രാക്ഷനുകളുടെ തുക എന്താണ്? 1 ആണ്. അതാണ് ബൈനറി സൊല്യൂഷൻ. അവിടെ നമ്മൾ XA ഈക്വൽ ടു അല്ലെങ്കിൽ psi A ഈക്വൽ ടു 1 മൈനസ് psi B അല്ലെങ്കിൽ XB രണ്ടും പറയാം. ഇപ്പൊ 1 മൈനസ് psi B ഇവിടെ നമ്മളത് അതായത് ഇവിടെ x യുടെ സ്ഥാനത്ത് നമ്മളത് പുട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോ ഈക്വൽ ടു P0A ഇവിടെ എന്താ? x ക്ക് പകരം 1 മൈനസ് XB പ്ലസ് P0B XB. ഇനി നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് അപ്പോ P0A മൈനസ് P0A XB പ്ലസ് P0B XB total equal to P0A plus psi B P0A minus P0B. ഇവിടെ എന്താ മനസ്സിലാക്കണേ? ഒരു ഏത് പറയണ സൊല്യൂഷനിൽ നമ്മൾ B ആഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുക, അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? പാർഷ്യൽ പ്രഷർ കൂടുന്നുണ്ട്. അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. P0A plus XB P0A minus P0B. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രം ആണ്. അതായത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. അതായത് ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാഫിൽ റിലേറ്റ് ചെയ്യണത്. അതായത് ഐഡിയൽ ഗ്യാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ എഴുതിയത് വേപ്പർ പ്രഷറും ഇവിടെ മോൾ ഫ്രാക്ഷനും. സാധാരണ അങ്ങനെ തന്നെയാണ് എഴുതാറ്. ഇവിടെ ആദ്യം മോൾ ഫ്രാക്ഷൻ 1 പിന്നെ മോൾ ഫ്രാക്ഷൻ 0. അതായത് നമ്മൾ ഇവിടെ രണ്ട് പ്രവർത്തനമാണ് എടുക്കുന്നത്. ഒന്ന് ഇങ്ങോട്ട് പോകുന്നതും പിന്നെ ഇങ്ങോട്ട് അതായത് ഇങ്ങനെ പോകുന്നതുമായിട്ടുള്ള പ്രവർത്തനം എടുക്കുന്നത്. ആദ്യം അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് A1 പിന്നെ 0 അത് ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഇങ്ങോട്ട് പോകുന്നതിന് ആദ്യം psi B1 psi B0. ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് എന്താ? മോൾ ഫ്രാക്ഷൻ അത് എയുടെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ വേപ്പർ പ്രഷർ എന്താ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു P0A. അപ്പൊ ഇവിടെ എന്താണല്ലോ? P0A എന്ന് പറയുന്ന ഒരു പോയിന്റേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ P0A നേരെ ഇപ്പുറത്തെ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? B എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. കാരണം A0. അപ്പൊ B എന്ന് പറയുന്ന കമ്പോണന്റ് വേപ്പർ പ്രഷർ എന്താണ്? P0B. അത് നമ്മളിവിടെ വേറെ ഇത് നമുക്ക് തോന്നും ഇത് രണ്ടും എന്താ ഒരുമിച്ച് ഈ പോയിന്റ് എന്താ ഒരുമിച്ചത് ഒരേപോലെ ഒരേ ലൈനിൽ എന്താ ഇതെന്താ പ്ലോട്ട് അല്ലെങ്കിൽ ഇതെന്താ ചെയ്യാത്തെന്ന് വിചാരിക്കും. അതിന് കാരണം എന്താ? വേപ്പർ പ്രഷർ രണ്ടിലും എന്താണ്? ഒരേപോലെയാണോ? അല്ല, ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഡിഫറെന്റ് പോയിന്റ് കൊടുത്തത്. പിന്നീടുള്ള ചോദ്യം ഇത് കർവ് ആയിരിക്കോ ലൈൻ ആയിരിക്കോ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ കർവ് അല്ല, ലൈൻ ആണ്. കാരണം പാർഷ്യൽ പ്രഷർ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിനോട് വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് മോൾ ഫ്രാക്ഷനോട്. അതുകൊണ്ട് ഗ്രാഫ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ആദ്യത്തെ. ഇവിടെ നമ്മൾ നോക്കുന്നത് XB ആണ്. XB ഇവിടെ എന്താ? 0 പിന്നീട് കൂടി P0B എത്തുന്നു. അതായത് 0 ഒന്ന് കൂടി P0B മാക്സിമത്തിലേക്ക് എത്തുന്നു. മനസ്സിലായില്ലേ? അതായത് 0 ആദ്യം XBയുടെ കേസാണ് എടുക്കണേ. ഇവിടെ 0 ആയിരുന്നു. 0 ഒന്ന് കൂടി മോൾ ഫ്രാക്ഷൻ കൂടി വേപ്പർ പ്രഷർ മാക്സിമം ആവുന്നിടത്ത് എത്തി. ഇനി നേരെ അപ്പുറത്തെ സൈഡ് എടുക്കാം. അപ്പുറത്തെ സൈഡ് എടുക്കുമ്പോൾ ഇവിടെ എന്താ? XA psi A 0 തുടങ്ങിയിട്ട് പിന്നെ കൂടി എവിടെ? P0B എത്തുന്നു. അപ്പൊ ഇതെന്താ? PBയുടെ
ഇതെന്താ പി എയുടെ. മനസ്സിലായോ? എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഇവിടെ പറയണത് സൈഡ് എ 1 സൈഡ് ബി 0. അപ്പൊ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം കൂടി ഏറ്റവും അവസാനം P0 ബിയിലെത്തി. കൂടി മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ച് കൂടി എന്ത് വേപ്പർ പ്രഷർ. ഇനി ഇവിടെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡ് എ എന്ന് പറയുന്നത് 0 കൂടി അതായത് മോൾ ഫ്രാക്ഷൻ കൂടി വന്നിട്ട് P0 A. ഇനി നമുക്ക് P ടോട്ടൽ അത് P ടോട്ടൽ എടുക്കുകയാണെങ്കിൽ P ടോട്ടൽ എന്താ P0 A അല്ല PA plus PB ഈ ഗ്രാഫിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് psi A 1 ആകുമ്പോൾ അതായത് മോൾ ഫ്രാക്ഷൻ 1 ആകുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് സംഭവിക്കും? വേപ്പർ പ്രഷറും കൂടുതലായിരിക്കും, വേപ്പർ പ്രഷറും ഹൈ ആയിരിക്കും, മാക്സിമം ആയിരിക്കും. ഇനി psi B 0 ആകുമ്പോൾ അല്ലെ psi A 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക? വേപ്പർ പ്രഷർ 0 ആയിരിക്കും, വേപ്പർ പ്രഷറും 0 ആയിരിക്കും. ഇനി psi B യുടെ കേസ് എടുക്കുകയാണെങ്കിൽ psi B 0 ആകുമ്പോൾ വേപ്പർ പ്രഷറും 0, psi B 1 ആകുമ്പോൾ വേപ്പർ പ്രഷറും മാക്സിമം ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ കാണിച്ചില്ല, അതായത് ഇതിന്റെ ഉള്ളിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഈ ഏരിയ ഇൻഡിക്കേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് P0 A and P0 B. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. അതായത് ഇവിടുന്ന് എടുക്കുമ്പോൾ PB ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് PB കൂടി വരുന്നതാണ്, 0 PB കൂടി വരുന്നു. ഇവിടെ എടുക്കുന്ന നേരത്ത് psi A ആണ് എടുക്കുന്നത്, 0 കൂടി വരുന്നു. P ടോട്ടൽ എടുക്കുമ്പോൾ PA plus PB. നമ്മൾ ഡിസ്കസ് ചെയ്ത ഐഡിയൽ സൊല്യൂഷന്റെ കേസാണ്. ഐഡിയൽ സൊല്യൂഷനിലെ ഇവിടെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ എന്തുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൗണ്ട്സ് ലോ, സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. നമുക്ക് രണ്ടും അറിയാം, 2 ലോസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ 2 ലോസ് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ പറയുന്നത് ഒരു കോൺസെൻട്രേഷന്റെ ടേം ആണ്. അതായത് പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഇവിടെ രണ്ടിടത്തും ഒരേ ഒരു വ്യത്യാസമുള്ളൂ, അത് ഉണ്ടാവുന്ന കോൺസ്റ്റന്റ് ഡിഫറെന്റ് ആണ്. അതായത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് കൊടുക്കുന്ന കോൺസ്റ്റന്റ് എന്താ മാറ്റുണ്ട്. അതിലെ റൗണ്ട്സ് ലോ കൊടുക്കുന്നത് P0 A പ്യുവർ സോൾവെന്റ് ഓഫ് A. ഹെൻറീസ് ലോ കൊടുക്കുന്നത് PA = KH × psi A. KH എന്ന് പറയുന്നത് എന്താ? ഹെൻറീസ് കോൺസ്റ്റന്റ്. രണ്ടിന്റെയും കോൺസ്റ്റന്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. ചില സ്പെഷ്യൽ കേസിലെ എന്താ P0 A അതായത് P0 A = KH, അതായത് രണ്ടിന്റെയും കോൺസ്റ്റന്റ്സ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അപ്പോ എന്തായിരിക്കും? റൗണ്ട്സ് ലോയും ഹെൻറീസ് ലോയും എന്തായാലും സെയിം ആയിട്ട് മാറും, സ്പെഷ്യൽ കേസ് ഉള്ളപ്പോൾ മാത്രം. അതായത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റൗണ്ട്സ് ലോന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യും. താങ്ക് യു.